രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയുള്ള ലോഡ്ജിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അന്ന് ആ പെൺകുട്ടി അവിടേക്ക് പോയില്ല. പാലക്കാട്ട് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഏതായാലും കൃത്യമായി തെളിവുകൾ സഹിതമാണ് പരാതി. അതിന് പരാതി ലഭിച്ചപ്പോൾ ഈ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഒരു വ്യക്തി മാത്രമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ഈ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പൊ കോൺഗ്രസിനില്ല. ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല. ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്, ഞാൻ ഇനി ഒന്നും പറയാനില്ല. അതാണ് സ്വന്തം അനുയായികൾ കാരണം അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന സമയത്ത് ആണത്തം പണയം വെക്കാതെ ആർജവത്തോടു കൂടി എന്ത് പറയണം എന്നുകൂടി നേതാക്കന്മാര് പഠിക്കണം. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃത ക്രൂരത കാണിച്ച രാഹുൽ മാങ്കൂട്ടം എന്ന വിപത്തിനെതിരെ നല്ല നെട്ടലുള്ള കോൺഗ്രസ്സുകാരി, തന്തക്ക് പിറന്ന കോൺഗ്രസ്സുകാരി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും പണയണ്ട. നേതാക്കന്മാരെ യുവനേതാവിനെ നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം മറക്കരുത്. മോനെ, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത ഇന്ത്യൻ നിയമപ്രകാരം ഏതൊരു പെണ്ണിനും ആണിനും ആസ്വദിക്കാം. അതൊക്കെ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ താൻ ഈ കുൽസിതങ്ങളിൽ ഏർപ്പെടുമ്പോൾ തുപ്പേണ്ടത് മുഖത്തേക്കല്ല, ചെവി പറഞ്ഞു കൊടുത്താൽ മതി, ആരും കേൾക്കണ്ടാന്ന്.